ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നാവികസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സേനയുടെ അഭ്യാസ പ്രകടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം ശംഖുമുഖത്തെ ആകാശവും കടലും യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥി. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് വിവരം. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഫീദ്, നാവികസേന സംഘടിപ്പിക്കുന്ന നേവൽ ഡേയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണോ ക്ഷണം? സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതെങ്ങനെയാകും കാണാനാവുക? പ്രവിധ പൊതുജനങ്ങൾക്കടക്കം ഇതിന്റെ എൻട്രി ഓപ്പൺ ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുൻപേ. പ്രത്യേകതരം, അതായത് തിരുവനന്തപുരത്ത് ഇന്ന് വലിയ തരത്തിലുള്ള ഗതാഗത ക്രമീകരണമുണ്ട്. രാഷ്ട്രപതി അടക്കം തിരുവനന്തപുരത്തുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ നാവിക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വലിയ ഗതാഗത ക്രമീകരണവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാക്കയ്ക്കപ്പുറം നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. ഈ പൊതുജനങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചില നിബന്ധനകളൊക്കെയുള്ള കാര്യങ്ങൾ അത് നേരത്തെ തന്നെ ഒരുക്കുകയും അതിൻ്റെ വെബ്സൈറ്റ് വഴി അതിൻ്റെ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇവർക്ക് എത്താനുള്ള പ്രത്യേക വാഹനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതും വെച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അങ്ങനെയുള്ള പൊതുജനങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ടായിരുന്നു. ഈ ഡിസംബർ 3-നാണ് ഫൈനൽ നാവികസേനാ ദിനമായ 4 നടക്കേണ്ട അഭ്യാസ പ്രകടനങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി സൗകര്യാർത്ഥം ഒരു ദിവസം മുൻപ് നേരത്തെ നടത്തിയത്. ഏതായാലും നാവികസേനയുടെ കരുത്തും മികവും അഭ്യാസ പ്രകടനത്തിലൂടെ പൊതുജനങ്ങൾക്ക് കാണാൻ ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. പൊതുജനങ്ങൾക്കായി 8000 പേരെ ഉൾക്കൊള്ളാവുന്ന പവലിയനായിരുന്നു സജ്ജീകരിച്ചിട്ടുള്ളത്. 50,000-ത്തിലധികം പൊതുജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ശംഖുമുഖത്തെ പ്രധാനപ്പെട്ട ഡയസിന് അപ്പുറത്തേക്ക് ആ തീരത്തിന്റെ പല ഭാഗങ്ങൾ, നമ്മൾ ഇരിക്കുന്ന തീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിരവധി ആളുകൾ ഈ എയർ ഷോ, ഈ വ്യോമസേനയുടെ എയർ ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഞാൻ മുൻപ് ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത്, അതിൻ്റെ കാതൽ, നമ്മുടെ പക്കൽ എന്തൊക്കെ പ്രതിരോധ കോപ്പുകളുണ്ട്, എത്രമാത്രം ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്, ഈ പറയുന്ന ലോകരാജ്യങ്ങൾ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കരുത്ത് നമുക്കുണ്ടെന്നൊക്കെ വിളിച്ചോതാൻ കഴിയുന്ന ഒരു പ്രകടനം അത് നമുക്ക് 5 കാണാൻ കഴിയും. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതാണ്. കേവലം ഇപ്പോൾ ഈ മുഴങ്ങിക്കേൾക്കുന്ന ബാൻഡ്, അത് ഈ കഴിഞ്ഞ കുറേ വർഷം 1971 ശേഷം നമ്മളിതിങ്ങനെ ആചരിക്കുമ്പോൾ ഓരോ തവണയും ഈ ബാൻഡ് ഷോയ്ക്കടക്കം വലിയ തരത്തിലുള്ള പ്രത്യേകതയുണ്ട്. ഓരോ വർഷവും അതിൻ്റെ ഇൻഡിക്കേഷൻസ് വേറെയാണ്. അങ്ങനെ പ്രൗഢമായിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ സേനയുടെ കരുത്തൊന്നാകെ വിളിച്ചോതുന്ന ഒരു നിമിഷമായി ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 19 വമ്പൻ യുദ്ധക്കപ്പലുകൾ, ഒരു അന്തർവാഹിനി, 4 ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ, യുദ്ധത്തിനും നിരീക്ഷണം ഉൾപ്പെടെയുള്ള 32 വിമാനങ്ങൾ എന്നിവയാണ് എത്തുന്നത്. നമുക്ക് ഈ കപ്പലുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ INS കൊൽക്കത്ത, INS തമൽ, INS തൃശൂൽ, അങ്ങനെ അടക്കം ഇംഫാൽ ഉൾപ്പെടെ മിസൈൽ ബോട്ടുകൾ, ഫാസ്റ്റ് ട്രാക്ക് ക്രാഫ്റ്റുകൾ, സബ്മറൈനുകൾ അടക്കമായിരിക്കും വരിക. എയർക്രാഫ്റ്റുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സീ കിങ്, ഡോർണിയർ, സീ ഹോക്ക്, ചേതക്, P8 ഉൾപ്പെടെ നമുക്ക് നമ്മുടെ അഭിമാനമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വിശിഷ്ടാതിഥികൾ ഡയസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഡയസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാൻഡ് ഷോ അവസാനിപ്പിച്ചാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എയർക്രാഫ്റ്റുകളിൽ സീക്കിങ്ങിനൊക്കെ വലിയ ചരിത്രമുള്ളതാണ്. സമുദ്രാതിർത്തിയിൽ പലതരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകളിലും പങ്കെടുത്ത ചരിത്രമുള്ളതാണ്. ഡോർണിയർ ഉണ്ട്. ഡോർണിയർ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ കേരളം കണ്ട രക്ഷാപ്രവർത്തനത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വിമാനമാണ്, ഒരു എയർക്രാഫ്റ്റാണ്. സീ ഹൗക്ക് ഉണ്ട്, ചേതക് ഉണ്ട്, P8 ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ കരുത്ത്, നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന നമ്മളുടെ വജ്രായുധങ്ങൾ, അതിങ്ങനെ ഓരോന്ന് അല്പസമയത്തുള്ളിൽ നമുക്ക് ശംഖുമുഖം തീരത്ത് കാണാം. അവിടുത്തെ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായി ഇത് മാറുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ശംഖുമുഖത്ത് നമ്മളുടെ കടൽ കരുത്ത്, നമ്മളുടെ സമുദ്രാതിർത്തി കാക്കുന്ന നമ്മളുടെ നാവികസേനയുടെ കരുത്ത് അല്പസമയത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.